CM കിഡ്സ് സ്കോളർഷിപ്പ് LP എക്സാമിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ആൻസർ ഓപ്ഷൻ സി, മനസ്സിലെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മേട്, ഉയർന്ന സ്ഥലം. മഴച്ചെടി എന്ന കവിത എഴുതിയതാര്? മഴച്ചെടി എന്ന കവിത എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ എ, മോഹനകൃഷ്ണൻ കാലടി. തടസ്സം എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന പദം താഴെ കൊടുത്തതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രതിബന്ധം. താഴെ കൊടുത്തവരിൽ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? ആൻസർ ഓപ്ഷൻ ഡി, ചെറുശ്ശേരി. 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു. ആരുടെ വരികളാണിത്? ആൻസർ ഓപ്ഷൻ സി, ONV കുറുപ്പ്. താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽപ്പെടാത്ത ജോഡി ഏത്? ഓപ്ഷൻ ഡി, കൊട്ടും പാട്ടും. സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ പങ്കെടുത്ത കവിയാര്? ഓപ്ഷൻ സി, സുഗതകുമാരി. താഴെ കൊടുത്തവയിൽ ഗന്ധം എന്ന പദത്തിന് പകരം പദമായി വരാത്തത്? ആൻസർ ഓപ്ഷൻ സി, ബന്ധം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഓപ്ഷൻ എ, ഇടശ്ശേരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒട്ടകവുമായി ബന്ധമില്ലാത്ത അനുകൂലനം ഏത്? മിശ്രിതമായ കുളമ്പുകൾ, ഒരിക്കലും വെള്ളം കുടിക്കുന്നില്ല, മൂക്കുകൾ ഇഷ്ടാനുസരണം തുറക്കാനും അടയ്ക്കാനും കഴിയുന്നു, കണ്ണുകൾക്ക് 3 പാളികൾ ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി, ഒരിക്കലും വെള്ളം കുടിക്കുന്നില്ല. താഴെ കൊടുത്തവയിൽ താറാവിന് കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? താഴെ കൊടുത്തവയിൽ താറാവിന് കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? ആൻസർ ഓപ്ഷൻ ബി, ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതാര്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ സി, രാമപുരത്ത് വാര്യർ. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏത്? കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏത്? ആൻസർ ഓപ്ഷൻ എ, ചുമർ ചിത്രങ്ങൾ. ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു? ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, സ്വാതി തിരുനാൾ. ഒന്നിലധികം ചാക്യാന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംസ്കൃത നാടകം ഏത്? ഒന്നിലധികം ചാക്യാന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംസ്കൃത നാടകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കൂടിയാട്ടം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ കുളവാഴയുടെ അനുകൂലനമല്ലാത്തത് ഏത്? ആഴത്തിൽ വളരുന്ന വേരുപടലമുണ്ട്, ഇലയ്ക്ക് മെഴുകുപോലുള്ള ആവരണമുണ്ട്, ഇലയും തണ്ടും വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു, തണ്ടിലും ഇലയിലും വായു അറകളുണ്ട്. ആൻസർ ഒന്നാമത്തേത് മാത്രം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തൂ. ഇവിടെ സംസ്ഥാനം, തലസ്ഥാനം, ഭാഷ, കലാരൂപം ഇങ്ങനെയാണ് കൊടുത്തത്. അതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശ്, ലക്നൗ. ഇവിടെ ഭാഷ ഇംഗ്ലീഷ് തെറ്റാണ്, ഹിന്ദിയാണ്. കലാരൂപം കുച്ചിപ്പുടിയല്ല, കഥകാണ്. സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശമാണ് മംഗളവനം, അരിപ്പ, കടലുണ്ടി, ചൂലന്നൂർ. ആൻസർ ഓപ്ഷൻ എ, മംഗളവനം. സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഭഗത് സിംഗ്. 5:30 എറണാകുളത്ത് നിന്ന് പുറപ്പെടേണ്ട തീവണ്ടി 20 മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത്. 11:50 കണ്ണൂരിൽ എത്തി എങ്കിൽ യാത്രാ സമയം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 6 മണിക്കൂർ. ഒരു മാസത്തെ 2 വ്യാഴാഴ്ചകളുടെ തുക 9 ആണെങ്കിൽ ആ മാസത്തെ 15-ാം തീയതി ഏത് ദിവസമാണ്? ആൻസർ ഓപ്ഷൻ സി, വ്യാഴം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ആൻസർ ബേപ്പൂർ തിരൂർ റെയിൽപാത. ഈ പ്രാവശ്യവും ഒരുപാട് പേർ ശരിയുത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കമൻറ്റ് ചെയ്ത 10 പേർ ഇവരാണ്: അൻസാരി എസ് ആൻഡോ, നന്ദിക,
ശിവാനന്ദ്, ആർജിത്ത്, മൈഥിലി, ഐഷ റിസ, രതുൽ ദേവ്, അദ്വിക ജ്യോതിഷ്, ഹൃദ്യ, അക്ഷിത എന്നീ കുട്ടികളാണ്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. കബനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ്? കബനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.